മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, മഞ്ജുവിനെയും സാഗറിനെയും ഒരുമിച്ചത് ഞാനാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സമായിട്ട് വന്നാൽ ഞാൻ നിന്നെ തീർത്ത് കളയുമെന്ന്. ഇനിയിപ്പോൾ നിന്റെ മുന്നിൽ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ ഈ ദുഃഖവും മനസ്സിലിട്ട് അങ്ങ് ജീവിച്ചു പോവുക. പിന്നെ മറ്റൊരു വഴി കൂടി ഞാൻ പറഞ്ഞുതരാം. ഭാര്യയില്ല എന്നുള്ള സങ്കടം നിനക്ക് വേണ്ട. ഒരുപാട് ഭാര്യമാരും അതിലൊരു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് വീട്ടിലിരുത്താൻ നോക്കടാ എന്ന് പറയുകയാണ്. എന്നിട്ട് ബൈക്ക് എടുത്ത് പോകുന്ന സമയത്ത് മാർക്കോ വീണ്ടും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം നീ അങ്ങ് ആത്മഹത്യ ചെയ്ത് കളയി, അതും ആണുങ്ങൾക്ക് പറ്റിയ പണിയല്ലെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു. മേഘനാഥനാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിൽ അങ്ങ് നിൽക്കുന്നുണ്ട്. പിന്നീട് മേഘൻ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ കമലേശ്വരത്തിലേക്ക് പോവുകയാണ്. ദുർഗയാണ് വാതിൽ തുറക്കുന്നത്. അങ്ങനെ മേഘ, എന്താടാ, എന്ത് പറ്റി? കവളിൽ പാടൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും നിന്നെ തല്ലിയപ്പച്ചി? എൻ്റെ ദേഹത്തല്ല, എൻ്റെ മനസ്സിൽ വലിയൊരു അടി തന്നെ തന്നു. അവരെവിടെ എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുന്നു. അവിടേക്ക് ഉണ്ണിയും കരുണയും എത്തുന്നുണ്ട്. എന്തായി കേട്ടാ, എന്താ പറ്റിയത്? ആ കണ്ണനെയും മഹാലക്ഷ്മിയും വിളിക്കുക, എനിക്ക് അവരോടാ സംസാരിക്കാനുള്ളത്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അങ്ങോട്ട് വരുന്നുണ്ട്. ഓ, എത്തിയോ? ഇത്രയ്ക്കും വലിയ പണി ഞാൻ തരുമെന്ന് ഒരിക്കലും കരുതിയില്ല. അതെ മേഘ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളല്ലത്. അതുകൊണ്ട് ഞങ്ങളോട് ഒരുപാട് തർക്കിക്കാനും സംസാരിക്കാനും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ, എന്തൊക്കെ പറഞ്ഞാലും ആ മാർക്ക് അവനെ ഞാൻ ഒരുപാട് ഉന്നം വെച്ചത് തന്നെയാണ്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ആത്മാവിലിട്ട് അടി തന്ന പോലെയായി എന്നൊക്കെ പറയുമ്പോൾ, മാർക്കോ അവളെയും കൊണ്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? മാർക്കോ അല്ല പോയിരിക്കുന്നതെന്ന് ദുർഗയോട് മേഘനാഥൻ പറയുന്നു. പിന്നെ അവൾ ആരോടൊപ്പം പോയിരിക്കുന്നത്? അവളോ? ഞാനേ ഈ കണ്ണനെയും മഹാലക്ഷ്മിയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് സാഗറിനെ ഏർപ്പാടാക്കിയിരുന്നല്ലോ, ആ സാഗറാണ് അവളെയും കൊണ്ട് പോയിരിക്കുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ട് ദുർഗയും ഉണ്ണിയും കരുണിയൊക്കെ ആകെ ഷോക്കാവുകയാണ്. സാഗറിനെ പോലെ ഒരുത്തിൻ്റെ കൂടെ ഇവൾക്ക് ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, ഇതേ നോക്ക്, സാഗറിനോടൊപ്പം അവൾ പോയെന്ന് ഞങ്ങൾക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞങ്ങളതിന് സമ്മതിക്കില്ല. മാർക്കോ വന്ന് പറയുന്ന സമയത്താണ് ഞങ്ങൾ അറിയുന്നത് തന്നെ. അപ്പോൾ ഞങ്ങൾ ആ വിവാഹം തടയാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ മാർക്കോ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പായി തന്നെ സാഗറും മഞ്ജുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ മനസ്സാൽ അറിയാത്ത കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞേക്കാം, നിന്നെപ്പോലെ വഴിവിട്ട് ബന്ധങ്ങളുള്ള ആണിനോടൊപ്പം ഒരിക്കലും മഞ്ജു ജീവിക്കില്ല. ഓർമ്മ വെച്ച കാലം മുതൽ നിന്നെ മാത്രം മനസ്സിലിട്ട് നടക്കുന്ന പെൺകുട്ടിയായിരുന്നു എൻ്റെ അനിയത്തി മഞ്ജു. അവളെയാണ് നീ ചതിച്ചത്. നിനക്ക് ഒരുപാട് കാമുകിമാരും അതിൽ കുഞ്ഞുള്ള കാര്യമൊക്കെ അവൾ അറിഞ്ഞു കാണും. അതുകൊണ്ട് തന്നെയാണ് നിന്നെ വിട്ടിട്ട് പോയത്. പക്ഷെ അവൾ ഒരു തെറ്റ് ചെയ്തു. ഈ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് അവൾ ഞങ്ങൾക്കരികിലേക്ക് വന്നില്ല, മനസ്സ് തുറന്നില്ല, അവളുടെ വേദനകൾ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മിയും കണ്ണനും ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. മേഘനാഥനാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിൽ അങ്ങ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി ചോദിക്കുകയാണ്, ഇനി നമുക്ക് മഞ്ജുവിനെ തിരികെ കൊണ്ടുവന്നോടെ ഏട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ, എങ്ങനെ കൊണ്ടുവരാൻ? ആ മാർക്കോയാണ് അവർക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് ദുർഗയ്ക്കാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ മേഘനെയും കരുണിയെയും ഉണ്ണിയെയും നോക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോയെ തൊട്ട് കളിക്കാൻ എല്ലാവർക്കും പേടിയാണ്. പിന്നീട് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയും പ്രതാപനും. മുത്തശ്ശി പറയുന്നു, ഹോ, മാർക്കോ അവനാണ് ഇതിന് പിന്നാലെ എന്നാ കരുതിയത്. പക്ഷേ ആ സാഗറിനോടൊപ്പം ഈ പെണ്ണ് എങ്ങനെ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. അവിടേക്ക് മോഹിനി വരുന്നുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ മാർക്കോ അത്തരത്തിലുള്ള ഒരു പെണ്ണല്ല എന്ന്? മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞാലും ആ സാഗറിൻ്റെ പിന്നാലെ നിൻ്റെ മോള് നടന്നതല്ലേ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ സാഗറും അവിടേക്ക് വന്നാൽ അവൾക്ക് സൗകര്യമായല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഇങ്ങനെ ചിന്തിക്കാനും പറയാനൊക്കെ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. എടി, നിൻ്റെ മോളല്ലേ മഹാലക്ഷ്മി, നിൻ്റെ സ്വഭാവമല്ലേ കാണുള്ളൂ. എടാ പ്രതാപ, നിനക്ക് പറ്റുമെങ്കിലേ ആ കുടുംബക്ഷേത്രത്തിലെ ദൈവത്തിനെ ഇവിടെ വന്ന് പ്രതിഷ്ഠിക്ക്. എന്നിട്ട് ആ പൂജാരിയെയും ഇങ്ങോട്ട് കൊണ്ടുപോവാ. നിൻ്റെ ഭാര്യയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് ആ പൂജാരിയെ കാണേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ മോഹിനി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത്? പിന്നെ അങ്ങനെ ഞാൻ പൂജാരിയെ കാണാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതെങ്കിലേ അത് എൻ്റെ കഴിവുകേടല്ല, അമ്മയുടെ മോൻ്റെ കഴിവുകേടാണ്. മോൻ്റെ കുറവുകൾ ആദ്യം നികത്താൻ നോക്കുമെന്ന് പറയുമ്പോൾ, എടി നീ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നോ? നിന്നെ ഞാൻ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, എൻ്റെ ദേഹത്ത് കൈവച്ചാലേ എന്താ വിവരമെന്ന് അറിയിച്ചു തരും. ഞാനായിരിക്കില്ല, എൻ്റെ പിന്നാലെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് മാർക്കോയും എൻ്റെ മോളൊക്കെ പെടുമെന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും ആകെ ഷോക്കാവുന്നു. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്ന് പോകുന്നുണ്ട്. എടാ, ചൊടിപ്പിക്കുന്ന വർത്താനം പറഞ്ഞാൽ മതി, അല്ലാതെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. അറിയാമല്ലോ മാർക്കോ അവൻ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം തന്നെയാണെന്ന് പറയുന്നു. പിന്നീട് വാമദേവനും സീമന്തിരിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സീമന്തിരിയും വാമന്. ഈ സമയം അവിടേക്ക് കുടിച്ച് വശമില്ലാതെ മേഘനാഥൻ എത്തുന്നുണ്ട്. സീമന്തിരി ആണെങ്കിൽ മൂക്ക് പൊത്തുകയാണ്. എടാ, നീ ഇന്ന് കുടിച്ചല്ലേ? അങ്ങനെ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വാമദേവൻ ചോദിക്കുന്നുണ്ട്. എടാ മോനെ, എന്ത് പറ്റി? ആ മാർക്കോക്കൊപ്പം തന്നെയാണോ ഈ മഞ്ജു ഇറങ്ങിപ്പോയിരിക്കുന്നത്? അല്ല അച്ഛാ, മാർക്കോക്കൊപ്പമല്ല, നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചതാ. പിന്നെ ആരോടൊപ്പമാ? സാഗറിനോടൊപ്പമാണെന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുന്നു. എന്ത്, സാഗറിനോടൊപ്പമോ? അതെ, അവനോടൊപ്പം തന്നെയാണ് പോയിരിക്കുന്നത്. എന്നാലും ഈ പെണ്ണ് ഇത് എന്ത് പണിയാണ് കാണിച്ച് അവനോടൊപ്പമൊക്കെ ഇറങ്ങിപ്പോവാന്ന് വെച്ചാൽ?
അതെ, ആ മാർക്കോ തന്ന 8ൻ്റെ പണിയാണ്. ഇതിന് പിന്നാലെ മഹാലക്ഷ്മിയും കണ്ണനും അനന്തവും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് അവർ എനിക്ക് തന്നിരിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ആ മഞ്ജുവിന് പിന്നാലെ ഇനി പോകാനായിട്ട് കഴിയില്ല. കാരണം മാർക്കോയുടെ സംരക്ഷണത്തിലാണെന്നും പറയുന്നുണ്ട്. എന്തായാലും മേഘനാഥൻ ചങ്ക് പൊട്ടി കരയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.